ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അഞ്ജലി ഡിലൈറ്റ്സ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത് ഓൺ ബോർഡിൽ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ആഫ്രിക്കയിലെ ബെൻഗാസി എന്നുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോ ഇതൊരു മുസ്ലിം കൺട്രിയാണ്. അപ്പോൾ മസ്ജിദൊക്കെ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട്, പള്ളിയൊക്കെ. അപ്പോൾ അതൊക്കെ സൂം ഔട്ടൊക്കെ ചെയ്തിട്ട് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ 7 മണി ആയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ 8 മണിയാകുമ്പോഴത്തേക്ക് അപ്പോൾ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഗുജറാത്ത് ഡിലീഷ്യസ് ആയ ഐറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അടിപൊളി സംഭവം തന്നെയായിരുന്നു ഫുഡ്, നല്ല ടേസ്റ്റി ആയിരുന്നു. അതേപോലെ തന്നെ ചീഫ് കുക്ക് പുതിയൊരാളാണ്. അപ്പോൾ അവർ വെറൈറ്റി ഫുഡൊക്കെയാണ് എപ്പോഴും ഉണ്ടാക്കാറ്. ഇതിന് ശേഷം ഞാൻ GSനടുക്കെ പറഞ്ഞു എനിക്കൊരു ഓംലേറ്റും കൂടി വേണമെന്ന് പറഞ്ഞു. ഓംലേറ്റും ജ്യൂസും മൂപ്പർ കൊണ്ടുവന്നു. അപ്പോൾ അതും കൂടി കഴിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ ഡ്യൂട്ടിയിലേക്ക് തുടങ്ങി. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് PSC ഇൻസ്പെക്ഷൻ ഉണ്ടായിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർ ബോർഡ് ബ്ലോവർ, അതായത് എൻജിൻ റൂമിലേക്ക് ബ്ലോവർ നമുക്ക് ലൂസായിട്ട് തന്നെ അത് ഓപ്പൺ ചെയ്യാനും പറ്റണം, ക്ലോസ് ചെയ്യാനും പറ്റണം വിത്തിൻ 1 മിനിറ്റിൽ. സോ അതിൻ്റെ പ്രാക്ടീസിലാണിപ്പോൾ. അപ്പോൾ അത് ലൂബ്രിക്കേഷനൊക്കെ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഏറ്റവും ടോപ്പിലെ ഡെക്കിലാണ്. അപ്പോൾ ഇതാണ് ഫണൽ ഫ്ലാപ്പിൻ്റെ സൈഡിലാണ് ഞാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഞാൻ ചീഫിനടുക്കെ പറഞ്ഞു ഓക്കെയാണെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, ഇനി അടുത്ത് നമ്മൾ സ്റ്റെൻസിൽ ചെയ്യണമെന്ന് പറഞ്ഞു. സ്റ്റെൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റ് ചെയ്യാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ സ്റ്റെൻസിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റാർ ബോഡി എൻജിൻ റൂം നമ്പർ 1 ബ്ലോവർ എന്നാണ് സ്റ്റെൻസിൽ ചെയ്യേണ്ടത്. അപ്പോൾ മറ്റുള്ളവരെല്ലാം ഡ്യൂട്ടിയിലായതുകൊണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഞാൻ തന്നെ ചെയ്തോളാം, വേറെ ഇപ്പോൾ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല, അപ്പോൾ ഇത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കണ്ട ഹാർഡ്നെസ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹൈറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഹാർഡ്നെസ് ആയിട്ട് യൂസ് ചെയ്യണം. ഇതാണ് പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ ടൈമായി. അപ്പോൾ 10 മണിക്കാണ് നമുക്ക് ടീ ബ്രേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഡിലീഷ്യസ് ആയിട്ടുള്ള ബിസ്ക്കറ്റ്സ് ഒക്കെ ഉണ്ട് ബെൽജിയത്തിൻ്റെ, പിന്നെ അതേപോലെ തന്നെ കോഫി. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ നാടൻ ബനാന ചിപ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമൻസൊക്കെയാണ് നമ്മളെ യൂട്യൂബ് പറയുന്നത്, ഞാൻ ബനാന ചിപ്സൊക്കെ കുറേ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡ് ചോറ്, സാമ്പാർ പ്ലസ് ഫിഷ് ഫ്രൈ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നേരെ എൻജിൻ റൂമിലേക്ക് പോയി 1 മണിയാകുമ്പോഴേക്കും. അപ്പോൾ 12 മണി വരെയാണ് നമ്മൾ 12 മണി മുതൽ 1 മണി വരെയാണ് നമുക്ക് ടൈം തരുന്നത് ഫുഡിൻ്റെത്. അത് കഴിഞ്ഞ് 1 മണിയാകുമ്പോഴത്തേക്കും പണി തുടങ്ങി. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു BWMSൻ്റെ ഒരു ട്രബിൾ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് സെൻസറിൻ്റെ അകത്ത് അലാറം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ട്രബിൾ ഷൂട്ടിങ്ങിൻ്റെ വീഡിയോ ഞാനും ഫസ്റ്റ് എഞ്ചിനും കൂടി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് നമ്മൾ റെക്ടിഫൈ ചെയ്തു പ്രോബ്ലം. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ നമ്മളെ നാടൻ പൊറോട്ടയും പിന്നെ അതേപോലെ തന്നെ നല്ലൊരു ചിക്കൻ കറി ഉണ്ടായിരുന്നു, പ്ലസ് പായാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പിന്നെ നമുക്ക് ഇമ്മേർഷൻ ഷൂട്ടിൻ്റെ ഒരു ഡ്രില്ലുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും ചീഫ് ഓഫീസറുമാണ് ഇതൊക്കെ നമ്മൾ ഫെമിലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി പൈലറ്റ് വന്നിരിക്കുകയാണ്. നമ്മൾ ഷിപ്പ് എടുത്തു. അപ്പോൾ ഇതാണ് പൈലറ്റ് ബോട്ട്, ഇവിടെ നിന്നാണ് പൈലറ്റ് വരുന്നത്. അവരാണ് ഷിപ്പ് എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് വരെ കൊണ്ടുപോകുന്നത്, നടുക്കടൽ വരെ. അത് കഴിഞ്ഞിട്ട് അവരങ്ങ് പോകും. അപ്പോൾ ഇതാണ് വ്യൂ. പോകുന്ന വഴിക്ക് ഫുള്ള് സിറ്റീസൊക്കെ കാണുന്നുണ്ട് അടിപൊളിയായിട്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് കുളിച്ച് മാറ്റി വന്ന് ഞാൻ ഷിപ്പിൻ്റെ ഏറ്റവും ടോപ്പിൽ വന്ന് നിന്നിട്ടാണ് ഇതൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കൂടെ തന്നെ എന്താ പറയേണ്ടത്, വാശിയേറിയ മത്സരത്തിൽ പോലെയാണ് മൂപ്പറും കൂടി നല്ല ബോട്ടും സ്പീഡിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇനി അടുത്തത് ഗ്രീസിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇനി ഗ്രീസിൽ പോയിട്ട് അടുത്ത വിശേഷങ്ങളൊക്കെ ഇനി വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരാം. എന്നാൽ ബൈ.